ദി കേരള സ്റ്റോറിക്കെതിരെ വിമർശനമുയർന്നപ്പോൾ സുരേന്ദ്രന്റെ പാർട്ടിയായിട്ടുള്ള BJP കേരളത്തിൽ എങ്ങനെയാണ് ദി കേരള സ്റ്റോറിയെ സപ്പോർട്ട് ചെയ്തത്? അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുകയാണ് 2020 പഴന്തോട്ടം എന്ന പേജിൽ അവർ ഇട്ട പോസ്റ്റ് ഇങ്ങനെയാണ്: ദി കേരള സ്റ്റോറി, ഇത് കേരളത്തിന്റെ കഥയാണ്. തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്നവർ ഇതിനെ എതിർക്കുമെന്ന്. നമസ്കാരം. മനസ്സിൽ മതസൗഹാർദ്ദ അന്തരീക്ഷവും മതനിരപേക്ഷതയും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന ഒരാൾക്കും സുദീപ്തോ സെൻ എന്ന് പറയുന്ന സംഘപരിവാറുകാരൻ അണിയിച്ചൊരുക്കിയ ദ കേരള സ്റ്റോറിയെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. ഒരു വർഗീയവാദിക്ക് മാത്രമേ ദ കേരള സ്റ്റോറിയെ സപ്പോർട്ട് ചെയ്യാൻ കഴിയൂ. കാരണം എന്താണ് ഈ സിനിമ പറയുന്നത്? അതായത് മുസ്ലിം ന്യൂനപക്ഷങ്ങളൊക്കെ ഭീകരവാദികളാണ്, തീവ്രവാദികളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് ഈ സിനിമയിലൂടെ ഇവർ നടത്തിയിരിക്കുന്നത്. ISIS എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയിലേക്ക് പെൺകുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസിയാണ് കേരളം എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഈ സിനിമയിലൂടെ നടപ്പിലാക്കിയിരിക്കുന്നത്. കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ട്, മതപരിവർത്തനമുണ്ട്. കേരളത്തിലെ മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളൊക്കെ പെൺകുട്ടികൾ അവർ ISIS-ൽ ചേരുകയാണ്. അവരെ ഉപയോഗിച്ച് ISIS തീവ്രവാദികൾ പല രാജ്യങ്ങളിലും ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നാണ് ഈ സിനിമ പറയുന്നത്. എന്തെങ്കിലും ഇതിൽ സത്യമുണ്ടോ എന്ന് ചോദിച്ചാൽ പച്ചക്കള്ളം. കേവലം സംഘപരിവാർ അജണ്ട കേരളത്തിൽ നടപ്പിലാക്കിയെടുക്കുന്നതിന് വേണ്ടി അവർ ഒരുക്കിയ നല്ല കൊടിയ വിഷം. ആ സിനിമ കേരളത്തിലെത്തിയപ്പോൾ എന്തായിരുന്നു ആ സിനിമയ്ക്ക് ജനങ്ങൾ കൊടുത്ത, മലയാളികൾ കൊടുത്ത വരവേൽപ്പ്? പുറങ്കാല് കൊണ്ട് തട്ടിത്തെറിപ്പിച്ചില്ലേ? തിയേറ്ററുകൾ പോലും കിട്ടിയില്ല. 2ഓ 3ഓ തിയേറ്റർ, ഏതോ സംഘപരിവാരങ്ങൾ നടത്തുന്ന, ചില സംഘികൾ നടത്തുന്ന 2ഓ 3ഓ തിയേറ്ററുകളിൽ പടം റിലീസ് ചെയ്തു. ആ തിയേറ്ററിൽ പോലും മലയാളികൾ സിനിമ കാണാൻ പോയില്ല. 8 നിലയിൽ കേരളത്തിൽ പൊട്ടിയൊരു സിനിമ. ആ സിനിമ ശരിക്കും സംഘപരിവാരങ്ങൾക്ക് ഇലക്ഷൻ അടുക്കുമ്പോൾ BJP-ക്കൊക്കെ മൈക്കിന് മുമ്പിൽ നിന്ന് വർഗീയത പറയാൻ വേണ്ടി മാത്രം അണിയിച്ചൊരുക്കിയ സിനിമയാണെന്ന് നമുക്ക് എപ്പോഴേ മനസ്സിലായതാണ്. കർണാടകയിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നരേന്ദ്രമോദി പോലും ഈ സിനിമയെ കോട്ട് ചെയ്തുകൊണ്ട് കേരളത്തെ അപകീർത്തിപ്പെടുത്തുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ? എന്തിനു വേണ്ടിയാണ് ഈ സിനിമ ഇങ്ങനെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്? തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വർഗീയവാദികൾക്ക് മൈക്കിന് മുമ്പിൽ നിന്ന് ഇങ്ങനെ പ്രസംഗിക്കാൻ. കേരളത്തിലേക്ക് നോക്കൂ, എന്താണ് കേരളത്തിലെ അവസ്ഥ? കേരളത്തിലെ കണ്ടില്ലേ, മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ ISIS-ൽ ചേരുകയാണ്. ആ പെൺകുട്ടികളെ ഉപയോഗിച്ച് ഭീകരപ്രവർത്തനങ്ങൾ നടത്തുകയാണ്. സുദീപ്തോ സെൻ അണിയിച്ചൊരുക്കിയ ദ കേരള സ്റ്റോറി കണ്ടില്ലേ എന്ന് പറഞ്ഞ് നമ്മുടെ കേരളത്തെ, നമ്മുടെ ന്യൂനപക്ഷങ്ങളെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്താൻ വേണ്ടി അണിയിച്ചൊരുക്കിയ ഒരു സിനിമ. സംഘപരിവാറിന്റെ വർഗീയ അജണ്ട, വർഗീയ ധ്രുവീകരണം നടത്തി വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നതിന് വേണ്ടി ഇറക്കിയ തീർത്തും ഒരു കൊടിയ വിഷം. ആ സിനിമ രാജ്യത്തെ ഏറ്റവും വലിയ വാർത്താ ഏജൻസിയായ ദൂരദർശനിൽ ഇന്നലെ സംപ്രേഷണം ചെയ്തു. അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അപ്പോഴും ഉയർന്നു. ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ സംഘപരിവാരത്തിന്റെ കളിപ്പാവയാക്കി മാറ്റിയോ, ശരിക്കും ദൂരദർശൻ സംഗീതർശനായി മാറിയോ എന്ന രീതിയിലൊക്കെ പലരും വിമർശനങ്ങൾ ഉന്നയിച്ചപ്പോൾ ഈ സിനിമ എല്ലാവരും കാണേണ്ട സിനിമയാണ്, സിനിമ പറയുന്നത് മുഴുവൻ ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് 2020 രംഗത്തേക്ക് വന്നിരിക്കുന്നു. ദി കേരള സ്റ്റോറിക്കെതിരെ വിമർശനമുയർന്നപ്പോൾ സുരേന്ദ്രന്റെ പാർട്ടിയായിട്ടുള്ള BJP കേരളത്തിൽ എങ്ങനെയാണ് ദി കേരള സ്റ്റോറിയെ സപ്പോർട്ട് ചെയ്തത്? അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുകയാണ് 2020 പഴന്തോട്ടം എന്ന പേജിൽ അവർ ഇട്ട പോസ്റ്റ് ഇങ്ങനെയാണ്: ദി കേരള സ്റ്റോറി, ഇത് കേരളത്തിന്റെ കഥയാണ്. തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്നവർ ഇതിനെ എതിർക്കുമെന്ന്. 2020 മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് കേരളത്തിന്റെ കഥയാണ് എന്ന് നിങ്ങൾ പറയാൻ കാണിച്ച ആ വർഗീയ മനസ്സുണ്ടല്ലോ, അതാരും കാണാതെ പോകരുത്. ഒരു വിഭാഗത്തെ തീവ്രവാദികളായി ചിത്രീകരിക്കാൻ സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായി, അവരുടെ നിർബന്ധിത ബുദ്ധിയുടെ ഭാഗമായി ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ അത് കേരളത്തിന്റെ കഥയാണെന്ന് ഈ മണ്ണിൽ നിന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. പിന്നെ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്നവർ ഇതിനെ എതിർക്കുമെന്ന്. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും ഒക്കെ ഒറ്റക്കെട്ടായി ജീവിക്കുന്ന ഈ മണ്ണിൽ ഇത്തരത്തിൽ ഒരു ന്യൂനപക്ഷത്തെ മാത്രം ഫോക്കസ് ചെയ്ത് അവരെ കടന്നാക്രമിക്കാൻ വേണ്ടി ഒരു സിനിമ ഇറങ്ങുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ, ഈ വർഗീയതയെ എതിർക്കുന്ന ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന്. അതിലെന്താണ് നിങ്ങൾക്ക് ഇത്ര അസഹിഷ്ണുത? തീർന്നില്ല, അടുത്ത പോസ്റ്റ് കൂടി ഇട്ടിരിക്കുകയാണ്. ദൂരദർശനിൽ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നതിനാൽ ഇന്ന് വൈകിട്ട് 8 മണി മുതൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കറണ്ട് പോകുവാൻ സാധ്യതയുണ്ട്, കരുതിയിരിക്കുക. എന്ത് അസഹിഷ്ണുതയാണ്! ആ സിനിമ കാണണം, അത് കണ്ടേ പറ്റൂ എന്ന് വാശി പിടിക്കുകയാണ് 2020. മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ഇങ്ങനെ കടന്നാക്രമിക്കുന്നതിൽ എന്താണ് നിങ്ങൾക്ക് ഇത്രയധികം ഒരു സന്തോഷം? അവരെ കടന്നാക്രമിക്കുന്ന പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്ന ഒരു സിനിമ ജനങ്ങൾ കാണണം എന്ന നിർബന്ധം എന്തുകൊണ്ടാണ്? ഈ സിനിമയെ ഇത്രയധികം സപ്പോർട്ട് ചെയ്യാൻ
ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിത്തിരിച്ചതിന് പിന്നിലെ നിങ്ങളുടെ ചേതോവികാരം എന്താണ്? നിങ്ങൾ BJP ആണെന്നേ, നിങ്ങൾ BJPയുടെ B ടീമാണെന്നേ. എന്തുകൊണ്ടാണ് 2020 പൗരത്വ ഭേദഗതി നിയമത്തിൽ നിലപാടില്ലാത്തതെന്നും, എന്തുകൊണ്ടാണ് മണിപ്പൂർ വിഷയത്തിൽ നിലപാടില്ലാത്തതെന്നും, എന്തുകൊണ്ടാണ് ഏകീകൃത സിവിൽ കോഡ് വിഷയത്തിൽ നിലപാടില്ലാത്തതെന്നും, എന്തുകൊണ്ടാണ് കർഷക ബില്ലിൽ നിലപാടില്ലാത്തതെന്നും, എന്തുകൊണ്ടാണ് ബീഫ് കഴിച്ചതിന്റെ പേരിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ഈ സംഘപരിവാരങ്ങൾ തല്ലിക്കൊന്നപ്പോൾ 2020 നിശബ്ദത പാലിച്ചതെന്നും ഇപ്പോൾ മനസ്സിലായില്ലേ? ഇതാണ് 2020 എന്ന് പറയുന്ന പാർട്ടി. ഇതാണ് ഈ പാർട്ടിയുടെ രാഷ്ട്രീയം. ഈ രാഷ്ട്രീയത്തിനെതിരെയാണ് ഇവിടെ ഒറ്റക്കെട്ടായി ജനങ്ങൾ എതിർക്കുന്നത്. ഈ രാഷ്ട്രീയത്തെയാണ് നമ്മൾ കണ്ണു തുറന്ന് കാണേണ്ടത്. രാജ്യത്തെ സംബന്ധിക്കുന്ന ഒരു വിഷയങ്ങളിലും, ന്യൂനപക്ഷങ്ങളെ സംബന്ധിക്കുന്ന ഒരു വിഷയങ്ങളിലും ഒരക്ഷരം മിണ്ടാത്ത സാബുവും ജേക്കബിന്റെ പാർട്ടി ദ കേരള സ്റ്റോറി കാണണമെന്ന് പറഞ്ഞവരുടെ 2020 പഴന്തോട്ടം എന്ന് പറയുന്ന പേജിൽ ഇത്ര ശക്തിയായി പ്രതിഷേധിച്ചുകൊണ്ട് പ്രതികരിക്കുമ്പോൾ അവരുടെ ഉള്ളിലെ രാഷ്ട്രീയം നമ്മൾ കാണാതെ പോകരുത്. ഇതാണ് 2020 എന്ന് പറയുന്ന പാർട്ടി. എന്നിട്ട് നിന്ന് പ്രസംഗിക്കും മൈക്കിന് മുമ്പിൽ നിന്ന്, ഞങ്ങൾ വന്നാലേ കേരളം രക്ഷപ്പെടുമെന്ന്. നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിൻ്റെ അവസ്ഥ അധോഗതിയാകുമെന്ന് കേരള ജനതയ്ക്ക് നന്നായി അറിയാവുന്നത് കൊണ്ടാണ് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ നിങ്ങളെ ഇവിടെ നിന്ന് ആട്ടി ഓടിച്ചത് ജനങ്ങൾ. എന്നിട്ടിപ്പോൾ പുതിയ കുറേ ഗീർവാണമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. നിങ്ങളിങ്ങനെ കുത്തിത്തിരിപ്പും വർഗീയതയൊക്കെ പറഞ്ഞ് വോട്ട് പിടിക്കാൻ നടക്കുന്നേ. കേരളത്തിലെ ജനങ്ങൾ ആ ഒരു ട്രാപ്പിലൊക്കെ വീഴുമെന്ന വല്ല വിചാരവും നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊക്കെ വെറും തോന്നലാണെന്നേ. അല്ലെങ്കിലും 2020 ഇവിടെ എന്താണ് നടപ്പിലാക്കുന്നത്? സംഘപരിവാരങ്ങൾ കളിക്കുന്ന അതേ കളി. അല്ലെങ്കിലും 2020 ഒരു രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ സംഘപരിവാരവും 2020 ഒരു അമ്മ പെറ്റ മക്കളാണെന്ന് ചിലപ്പോൾ തോന്നിപ്പോകും. അതായത് ചരിത്രം വളച്ചൊടിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു ശൈലിയാണല്ലോ ഇവർ സ്വീകരിക്കുന്നത്. മഹാത്മാഗാന്ധി പണ്ട് സ്വാതന്ത്ര്യ സമരം നടത്തിയത് ടാറ്റയുടെയും ബിർളയുടെയും ബജാജിന്റെ കയ്യിൽ നിന്നൊക്കെ പണം മേടിച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സാബുവും ജേക്കബും ഈ ചരിത്രം വളച്ചൊടിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സംഘപരിവാരം തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഇവർക്കൊക്കെ മാത്രമേ ഇത്തരം സിനിമകളെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കഴിയൂ. നാളെ ദൂരദർശനിൽ വീർ സവർക്കർ ടെലികാസ്റ്റ് ചെയ്താലും ഇതുപോലുള്ള പോസ്റ്റുകൾ ഇവർ ഇട്ടേക്കാം. അതിട്ടാലും നമ്മൾ അതിശയിക്കാനൊന്നുമില്ല. കാരണം ഇവർക്ക് മാത്രമേ ഇത്തരം സിനിമകളെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കഴിയൂ. കശ്മീർ ഫയൽസിനെയും വീർ സവർക്കറിനെയും കേരള സ്റ്റോറിയും ഒക്കെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ മിനിമം ഇത്രയെങ്കിലും കൊടിയ വിഷം നമ്മുടെ ഉള്ളിൽ വേണം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.